ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പൂരത്തിന് പോവാണ് കേട്ടോ. അറക്കൽ പൂരത്തിനാണ് പോകുന്നത്. അപ്പോൾ ഇത്ര സമയം അമ്മേൻ്റെ അടുത്തായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ അമ്മടപ്പള്ളിയിലെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഇരുന്നു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് രാത്രി ഒരു 8:30 9 മണിയൊക്കെ ആയിണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ 2 വീലറാണ് എടുത്തിട്ടുള്ളത്. കാരണം കാർ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നിലത്തെ വർഷം എന്താ പറയുക, ഞങ്ങളിവിടെ പൂരത്തിന് വന്ന സമയത്ത് പോയതാണ് കേട്ടോ. ശരിക്കും കാർ എടുത്ത് വന്ന് എന്താ പറയുക, നമുക്കങ്ങ് കടന്നു പോകാനും അതുപോലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ സ്പേസ് ഉണ്ടാവില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പം ഇങ്ങനെ 2 വീലറിൽ വന്നത്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് തന്നെയുള്ള നെയ്ബറായിട്ടുള്ള ചേച്ചിയും കൂടെ നേരെ അമ്പലത്തിലോട്ട് നടന്ന് വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടെ നടന്നു വരുന്നുണ്ട്. ഞങ്ങളിതാ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് വമ്പിച്ച തിരക്കെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. അത്രയും എന്താ പറയുക, ജനസാഗരം എന്ന് വേണേൽ പറയാം. അങ്ങനെയും തിരക്കാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വേടൻ വരുന്നുണ്ട്, റാപ്പ് സിംഗർ വരുന്നുണ്ട് എന്നല്ല, അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓൾറെഡി വൈകുന്നേരം കണ്ട് എത്തിയിട്ടുണ്ട് പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പം നമ്മളിതാ വെയിറ്റിംഗ് ആണ്. അമ്പാടിയാണെങ്കിൽ അവിടെ പൂയിലിരിക്കണം എന്നും പറഞ്ഞ് അവിടുന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഇരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞിനും അവിടെ ഇരുന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, എനിക്കും ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേങ്കിൽ ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ച് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ പറ്റുകയെന്ന് നോക്കി ഞാൻ മടുത്തു കേട്ടോ. കാരണം ദൂരെ നിന്ന് നോക്കി, അടുത്ത് പോയി നിന്ന് നോക്കി, ഈ ജനങ്ങളിങ്ങനെ നിന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റില്ല കേട്ടോ. സ്റ്റേജിൻ്റെ പകുതിയിലധികം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ സ്റ്റേജിന് അടുത്തോട്ട് ചെന്ന് നോക്കി കേട്ടോ. അപ്പം അവിടെ നിന്നാണെങ്കിലും തീരെ കാണാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും നിന്ന് ആവേശത്തോടെ വേടനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി. പിന്നെ അമ്പാടിനെയും കുറേ സമയം എടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ സമയം അവിടെ നിന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അമ്പാടിക്ക് ദാഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ എന്താ പറയുക, മിനറൽ വാട്ടർ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കുറേ കുഞ്ഞു ഷോപ്പുകളും അതേപോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആർക്കും അതൊന്നും നോക്കാനും പിടിക്കാനൊന്നും നേരെയില്ല കേട്ടോ. എല്ലാവരും ആ ഒരു സ്റ്റേജിൻ്റെ ഭാഗത്തോട്ടേക്കാണ്. അമ്പലത്തിലൊക്കെ വളരെ കുറച്ച് പേരെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും സ്റ്റേജിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അങ്ങനെയും തിരക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടത് കേട്ടോ. ഇതിന് മുൻപും ഉണ്ടാവുമായിരിക്കും തിരക്ക്, പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റേജിൻ്റെ മുന്നിൽ അങ്ങനെയും എന്താ പറയുക, വേടനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും എന്താ പറയുക വെയിറ്റിംഗ് ആണ് ആൾക്കാർ. ജനസാഗരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിലൊക്കെ ആണെങ്കിൽ ഫുൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഫോണൊക്കെ കളഞ്ഞു പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു. അതേപോലെ കുഞ്ഞിനെ കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫൈനലി പെട്ടെന്ന് തന്നെ കുഞ്ഞിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത്രയും റഷായത് കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഫുള്ള് ശ്വാസം മുട്ടിക്കൊണ്ട് അങ്ങനെ തിങ്ങി നിറഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. എനിക്ക് വീഡിയോസ് എന്താ പറയുക ഫുൾ ലൈവായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ലൈവ് മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ റാപ്പ് സിംഗർ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജനസാഗര കണ്ടോ? ഇവിടെ എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പനമ്മമാരൊക്കെ കുറെ വന്നല്ലോ. പിള്ളേർക്കെല്ലാം എന്നെ അറിയാലോ. പുതിയ സംഗീതമല്ലേ നമ്മുടെ. ഞങ്ങൾ പരിചയപ്പെട്ടാം, അപ്പനമ്മമാർക്ക് പരിചയപ്പെട്ടാം. എന്റെ പേര് വേടൻ. ഞാൻ ഈ പുതിയ തലമുറ സംഗീതമായ റാപ്പ് റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേർക്കൊക്കെ അറിയാം. അപ്പൊ എന്റെ സംഗീത മഞ്ജരിയാണ് റാപ്പ് സംഗീത മഞ്ജരി. മക്കളെ നമുക്ക് കുറച്ച് മെലഡീസിലേക്ക് തുടങ്ങാട്ടാ. ഇതെന്ത് ശബ്ദം? ആൾക്കാരെ പേടിക്കുന്ന നമുക്ക് വളരെ കുറച്ച് പോലീസും വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളും മാത്രമുള്ളൂ. നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റും നമുക്ക്. അപ്പൊ എല്ലാവരും സമാധാനമായിട്ട് ഇരുന്നോളൂ. പാട്ടൊക്കെ പാടി സന്തോഷത്തോട്ടിരിക്കാം. ഹേമന്തേ പോലെ റെഡിയല്ലേ?
നോവുകളെല്ലാം നീ മറക്ക്, പുത്തനടി കൊണ്ട് പിറക്ക്, ആഴിയിൽ വിടല ഒഴുക്ക്, ആയുധമായി ഉരുവെടുക്ക്, നിന്നോട് നീ ചെയ്യും യുദ്ധങ്ങളെല്ലാം തനിയെ തന്നെ നീ ചെയ്യിക്ക്. നോവുകളെല്ലാം നീ മറക്ക്, പുത്തനടി കൊണ്ട് പിറക്ക്. ചെറിയൊരു ടെക്നിക് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം തീർത്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ. 2 സെക്കൻഡ്. പഴയ കാലം പാഴ്ചൊല്ലായി പോയി, എന്റെ വാനത്തിൽ താരങ്ങളെല്ലാം പോയി. ഞാൻ പൊരുതി നേടിയ ദിലത്തിൽ അമ്മയുടെ മടിയിലെന്നവർ ഉറങ്ങട്ടെ. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ മയങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ മയങ്ങട്ടെ. എന്നെ തന്നെ ഒരു വിത്ത് പോലെ എന്റെ നെഞ്ചിനുള്ളിൽ അങ്ങ് വിതക്കട്ടെ. അത് മരിക്കും മുന്നേ മണയമാറി വീണവന് കയറ് ഉടലടലോ ഉടലെ നല്ല ഭാവിയെ ജനിക്ക് കടലെ. തിരിച്ചു വാ കളിച്ചു വാ പുഞ്ചിരിക്കും മുഖങ്ങൾ എനിക്ക് താ. തിരിച്ചു വാ കളിച്ചു വാ പുഞ്ചിരിക്കും മുഖങ്ങൾ എനിക്ക് താ. തിരിച്ചു വാ കളിച്ച് ഇന്ന് രാത്രി ഞാൻ മയങ്ങട്ടെ. തിരിച്ചു വാ കളിച്ച് കൊലക്കാരേ കടലിൽ നീരിനുപ്പിൽ പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ കാറ്റിലലയും കട്ടുമരക്കാരേ വലക്കാരേ കടൽക്കാരേ കടലിൽ നീരിനുപ്പിൽ പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ. ഹേമന്തേ
നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എത്താനായോ ക്ഷേത്രത്തിൽ. അത്രയും ആവേശത്തോടെയാണ് ഈ 10:30, 11, 12 മണി ആ സമയത്തൊക്കെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെടിക്കെട്ടിനൊക്കെ ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.